ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ്. രണ്ടിനും കൂടിയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ബയോ ഓർഗാനിക്കിൻ്റെ മുലേറ്റി പൗഡറാണ്, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ സ്മിറ്റയിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്രീ പ്രൊഡക്ട്സ് വാങ്ങുന്ന കൂട്ടത്തിൽ. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഫോർ സ്കിൻ ആൻഡ് ഹെയർ എന്ന് കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. പിന്നെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇരട്ടി മധുരം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ് കേട്ടോ. ഇരട്ടി മധുരം സാധാരണ നമ്മൾ ചായയിലൊക്കെ ഇട്ട് കുടിക്കുമല്ലോ. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സ്കിന്നിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവരുടെ തന്നെ പലതരത്തിലുള്ള ഇങ്ങനത്തെ പൗഡേഴ്സ് ഉണ്ട്. ഓറഞ്ച് പീൽ പൗഡർ, റോസ് പെറ്റൽ പൗഡർ, മുലേറ്റി പൗഡർ, ഷിക്കാക്കായി, റീത്ത. അപ്പോൾ ഇതൊക്കെ സ്കിന്നിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഹെയറിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ലീഫ്ലെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എണ്ണ വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സെക്ഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഷിക്കാക്കായി പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ, പക്ഷേ ഷിക്കാക്കായി പൗഡർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ. കാരണം ഷിക്കാക്കായി പൗഡർ കുറച്ചും കൂടി ഡ്രൈ ആണ്. ഇത് ഡ്രൈ ആണ്, പക്ഷെ അത്രയും ഒരു ഡ്രൈ അല്ല. എന്തോ ഒരു ഡിഫറൻസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ഫേസ് പാക്ക് ഇടുകയാണ്. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നു. ഫേസിൽ നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് എന്തായാലും ഉണ്ട്, ചെറിയൊരു ഗ്ലോയും ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് നോക്കാം. ഉണങ്ങിയതിന് ശേഷമുള്ള മുടിയാണ് കേട്ടോ ഇത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ വാഷ് ചെയ്യുന്ന സമയത്തും മുടിയൊന്നും കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹെയറിലെ ഓയിലൊക്കെ നല്ല രീതിയിൽ പോയിട്ടുമുണ്ട്, എന്നാൽ മുടിയെ ഭയങ്കരമായിട്ട് ഡ്രൈയും ആക്കിയിട്ടില്ല. ഷിക്കാക്കായൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതേ എഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതായത് ലുക്ക് വൈസ്. പിന്നെ മുടി വളരുന്ന കാര്യമൊക്കെ നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. നാളെ ആകുമ്പോൾ ഈ മുടി ഒന്നും കൂടി അടിപൊളിയാകും കേട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകും. ഈ വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ഉള്ള എൻ്റെ ആ ഒരു മുടിയില്ലേ, ആ മുടിയിലേക്ക് മാറും. ഷിക്കാക്കായൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരിക്കും മുടി ഇരിക്കുക, ചെറിയൊരു ഓയിലൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ ഓയിലില്ല, പക്ഷേ ലുക്ക് വൈസ് അങ്ങനെ തോന്നും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും അതൊക്കെ മാറി കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.